ചൂടുള്ള വാർത്തകളിലേക്ക് കടക്കുകയാണ്. അപ്പോൾ നമുക്ക് ചൂടുള്ള ഒരു ഗസ്റ്റിനെ തന്നെ വേണം. ശ്രീ PV അൻവർ നമുക്കൊപ്പം ഉണ്ട്. തിരഞ്ഞെടുപ്പിന് ശേഷം PV അൻവറിനെ നമ്മൾ നേരിട്ട് കണ്ടിരുന്നില്ല. PV അൻവർ നമുക്കൊപ്പം ചേരുകയാണ് ഈ വാർത്താ പ്രഭാതത്തിൽ. ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ കേൾക്കുന്നുണ്ട്. അതൊക്കെ ശരിയാണോ എന്ന് നമുക്ക് ശ്രീ PV അൻവറിനോട് നേരിട്ട് തന്നെ ചോദിക്കാം. ഗുഡ് മോർണിംഗ് ശ്രീ PV അൻവർ. Good morning. How are you, Arun? Yeah, fine, doing well. Hope you too. എങ്ങനെയുണ്ട് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരു ചെറിയ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റി റിഫ്രഷ് ചെയ്ത് വന്നോ? അതോ ഉപതെരഞ്ഞെടുപ്പിൽ ക്ഷീണമൊന്നും ഉണ്ടായില്ല എന്നതാണോ പൊതുവെയുള്ള വിലയിരുത്തൽ? അല്ല, ഉപതെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമല്ലേ, നല്ല അധ്വാനം ഉണ്ടല്ലോ. അതെ, അതിന്റെ ശാരീരികമായ കുറച്ച് ക്ഷീണങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി ഇപ്പോൾ ഉഷാറായി. രാഷ്ട്രീയമായി ക്ഷീണം പറ്റിയെന്ന് ചിലർ പറഞ്ഞു നടക്കുന്നുണ്ട്. ഡൽഹിയിലാണ് കുറച്ച് ദിവസമായിട്ട്. അത് അവരുടെ ആഗ്രഹം മാത്രമാണ്, അവരങ്ങനെ സമാധാനിക്കട്ടെ, അത്രതിനെ കുറിച്ച് പറയാനുള്ളൂ. എല്ലാവർക്കും ഒരു സമാധാനം വേണമല്ലോ. അതെ, ഇപ്പൊ PV അൻവർ എവിടെയാണ് എന്നൊക്കെ പലരും സോഷ്യൽ മീഡിയയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അതെ അതെ അതെ, അത് സ്വാഭാവികമല്ലേ. അതൊക്കെ അതിന്റെ സമയത്ത്, കൃത്യമായ സമയത്ത് നമ്മൾ എത്തിയിരിക്കും. ആത്മാർത്ഥമായി വിഷമിക്കുന്നവരുണ്ട്. ചേലക്കരയിലെ നീക്കം തിരിച്ചടിച്ചു എന്നൊരു വിലയിരുത്തലുണ്ടോ ശ്രീ PV അൻവറിന്? അത് തീർത്തും തെറ്റല്ലേ അരുൺ. അരുണിന്റെ ആംഗിൾ എന്താണെന്ന് എനിക്കറിയില്ല. CPM-ന്റെ സംസ്ഥാന നേതൃത്വം ആ തെരഞ്ഞെടുപ്പിന് വിലയിരുത്തിയത് ഞങ്ങൾക്ക് കിട്ടിയത് 3920 വോട്ടാണ്. ആ 3920 വോട്ട് ഞങ്ങൾ പിടിക്കുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പിലാണ്. അതായത് ഒരു പഞ്ചായത്തിൽ 9 പഞ്ചായത്തിൽ 2 മന്ത്രിമാരെ വെച്ച് 18 മന്ത്രിമാർക്ക് CPM ചാർജ് കൊടുത്തിരുന്നു. ഒരു വാർഡ് ഒരു MLA-ക്ക് ചാർജായിരുന്നു. താഴേക്കിടയിലേക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരുൾപ്പെടെയുള്ള നേതാക്കളായിരുന്നു കൈകാര്യം ചെയ്തത്. UDF-ഉം ഏറെക്കുറെ അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ നിന്ന് ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ഇത്രയും കാവൽ സൃഷ്ടിച്ച ഒരു ഘട്ടത്തിൽ CPM-ൻ്റെ കോട്ടയിൽ നിന്ന് അത്രയും വോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു 15,000 to 20,000 കണക്കാക്കണമെന്നാണ് CPM-ൻ്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പ് ഈ ഇലക്ഷനെ വിലയിരുത്തിയത് എന്നാണ് എനിക്ക് അവരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരം. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ഒരു 5000 വോട്ട് പ്ലസ് പിടിക്കുമെന്ന് യഥാർത്ഥത്തിൽ നമ്മുടെ കാൽക്കുലേഷൻ ഒരു 7,000 വരെ ആകാം, ചിലപ്പോൾ 10 വരെ പോകും എന്ന് ഞങ്ങൾ കണക്കാക്കിയിരുന്നു. പക്ഷെ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ സ്വാഭാവികമാണ് വോട്ട് പിടിക്കാനുള്ള തന്ത്രങ്ങൾ ഞങ്ങളാണെങ്കിലും ആരാണെങ്കിലും ചെയ്യും. UDF ലീഡർഷിപ്പ് എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ 2000 വോട്ട് കൂടി കിട്ടിയാൽ രമ്യ ഹരിദാസ് ജയിക്കാൻ പോവാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള വീടുകളും വോട്ടർമാരെയും വ്യക്തികളെയും പ്രത്യേകം തിരിച്ചറിഞ്ഞ് അവരടുത്ത് പോയി റിക്വസ്റ്റ് ചെയ്തത് എന്തായാലും DMK ഇവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, ഒന്നും ആവാൻ പോകുന്നില്ല. പക്ഷേ രമ്യ ചെറിയ ഒരു മാർജിൻ്റെ പ്രശ്നത്തിൽ നിൽക്കുകയാണ്. 2000 വോട്ട് കിട്ടിയാൽ രമ്യ ജയിക്കും. അതുകൊണ്ട് ഈ ഒരു ചാൻസ് നിങ്ങൾ രമ്യക്ക് കൊടുക്കണം എന്നുള്ള റിക്വസ്റ്റ് നിരന്തരമായി നടത്തി. പിന്നെ ഞങ്ങൾ പ്രവർത്തിച്ച ഞങ്ങളുടെ ആളുകൾ വീട് കയറിയ വളരെ പരിമിതമായിട്ടാണ് നമുക്ക് വീടൊക്കെ കയറാൻ പറ്റും. ഒരു 40-50% വീടുകളെ നമുക്ക് വോട്ടഭ്യർത്ഥന കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ വോട്ടഭ്യർത്ഥന കൊടുത്ത് ഇറങ്ങുമ്പോൾ അതേപോലെ CPM-ൻ്റെ പ്രവർത്തകർ കയറുന്നു. ഇവർ നിലമ്പൂർക്കാരാണ്, ഇത് കഴിഞ്ഞാൽ പോകും, ഞങ്ങളെ ഇവിടെ ഉണ്ടാവുള്ളൂ, പെൻഷൻ ഞങ്ങളാ തരുന്നത്, ലൈഫിലെ വീട് നിങ്ങൾക്ക് കിട്ടണം, ബൂത്തിൻ്റെ കണക്ക് നോക്കിയാൽ ഞങ്ങൾക്കറിയും നിങ്ങൾ വോട്ട് ചെയ്തോ ഇല്ലേ എന്നുള്ളത്, അതുകൊണ്ട് ആലോചിച്ച് ചെയ്തോളൂ കേട്ടോ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയവർ ഇതിനെയൊക്കെ മറികടന്നാണ് ഈ വോട്ട് കിട്ടുന്നത്. അതുകൊണ്ട് അതൊരു രാഷ്ട്രീയ വിജയം എന്നത് തന്നെയാണ് ഞങ്ങളത് കണക്കാക്കുന്നത്.